പി.കെ. ശശി KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ പാലക്കാട്ട് നിർണായക CPM ജില്ലാ കമ്മിറ്റി യോഗം. UDF-നൊപ്പം ചേരാനുള്ള ശശിയുടെ നീക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. അതേസമയം പാലക്കാട്ടെ CPM അസംതൃപ്തരുടെ കൺവെൻഷൻ അടുത്ത മാസം 5-ന് നടക്കും. പി.കെ. ശശി UDF-ലേക്ക് എന്ന അഭ്യൂഹം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പ്രതികരിച്ചു. പി.കെ. ശശിയുമായി ചർച്ച നടത്തിയെന്ന് പാലക്കാട്ടെ CPM വിമത നേതാവ് M. സതീഷ് പറഞ്ഞു. അദ്ദേഹം KTDC ചെയർമാൻ രാജിവെച്ചു ഇന്നലെ ഇന്ന് പത്രത്തിൽ കണ്ടു, ഇന്നലെ വാർത്തയും കണ്ടു. ആ വിവരം മാത്രമേ ഉള്ളൂ. മറ്റ് അഭ്യൂഹങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടുള്ളതല്ല. അത് പി.കെ. ശശിയാണ് പറയേണ്ടത്. കുഞ്ഞാലിക്കുട്ടി KPCC പ്രസിഡന്റൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമുള്ളവരല്ല, അവർ വലതുപക്ഷക്കാരാണ്. അപ്പോൾ അവരായിട്ട് ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലെ CPIM-ൽ അസംതൃപ്തരായവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അത് മാർച്ച് 5-ന് പ്രവർത്തകരുടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. പി.കെ. ശശിയുമായിട്ട് ആലോചിച്ചു, അദ്ദേഹം കൂടി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്കൊന്നും പുള്ളി എത്തിയിട്ടില്ല. അദ്ദേഹത്തെ കൂടി ഈ അസംതൃപ്തരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത്. നിരവധി അസംതൃപ്തർ ഈ ജില്ലയ്ക്കകത്തുണ്ട്. അല്ല, CPM നേതൃത്വത്തിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പാലക്കാട്ട് വിമതരുടെ യോഗം നടക്കുന്നു. CPM പി.കെ. ശശി പോകില്ല എന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഡെവലപ്മെന്റ്സ്? സ്മൃതി, അതായത് പി.കെ. ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടുകൂടി UDF-ലേക്ക് പ്രവേശിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ CPM നേതാക്കൾ ഇത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. പി.കെ. ശശി CPM വിടില്ല, CPM ആയി തന്നെ പി.കെ. ശശി തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM-ലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം വിമത നേതാക്കൾ തന്നെ, പാലക്കാട് CPM-ന്റെ വിമത നേതാക്കൾ തന്നെ ഉറപ്പിച്ച് പറയുന്നത് പി.കെ. ശശിയുമായി തങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഫോണിലൂടെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 5-ന് തങ്ങൾ പാലക്കാട് ജില്ലയിലെ അസംതൃപ്തരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി പോകുന്നു. ചന്ദ്രനഗറിലുള്ള ശ്രീ പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് അത്തരത്തിലൊരു കൂട്ടായ്മയുടെ കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അവിടേക്ക് പി.കെ. ശശി എത്തുമെന്നുള്ളതാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളതാണ് ഈ വിമത പക്ഷത്തെ നേതാവായിട്ടുള്ള M. സതീഷ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന A. സുരേഷിനെ ഉൾപ്പെടെ ഈ കൺവെൻഷനിലേക്ക് പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ വിമത കൂട്ടായ്മയുടെ പ്രതിനിധിയായിക്കൊണ്ട് പി.കെ. ശശി UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുമെന്നുള്ള രീതിയിൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പി.കെ. ശശിയും CPM നേതാക്കളും ഇത് പൂർണ്ണമായും തള്ളുന്നുണ്ടെങ്കിലും കോൺഗ്രസും അതുപോലെ തന്നെ പി.കെ. ശശിയുമായി ചർച്ച നടത്തിയെന്ന് പറയുന്ന ഈ വിമത നേതാക്കളും ഉടൻ തന്നെ പി.കെ. ശശി തങ്ങളുടെ കൂടെ വന്ന UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് ഉറപ്പിച്ചു പറയുന്നത്. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.